രാവിലെ കുക്കർ നിലവിളിച്ച് ബഹളം വെക്കുന്നത് കൊണ്ട് അതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ദേ ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും തേങ്ങാക്കൊത്തും സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് അതവിടെ വെച്ചിട്ട് പാത്രം തുറന്ന് നോക്കിയത് കൊണ്ട് മാവ് തൂവാതെ എനിക്ക് കിട്ടി. 2 മിനിറ്റ് കൂടെ വൈകിയിരുന്നെങ്കിൽ തൂവി ആകെ കുളമായേനെ. അപ്പോൾ ഇഡലിയും കടലക്കറിയാണ് ഇന്നത്തെ രാവിലത്തേടം. ഇഡലി വേവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് കടലക്കറി ബാക്കിയും കൂടെ റെഡിയാക്കാം. മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്തു, പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തു. വീഡിയോ എടുക്കുന്നതിൻ്റെ ആ രസത്തിൽ എനിക്കിന്നൊരു അബദ്ധമൊക്കെ പറ്റി. ദേ കടല സാധാരണ ഞാൻ ഇമ്മിണി അരച്ച് ചേർക്കാറുണ്ട്. ഇന്ന് മൊത്തം കൂടി അതിനകത്തോട്ട് കോരി ഒഴിച്ചങ്ങ് വെച്ചു. പിന്നെയാണ് ഓർത്തത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കടല വെന്തത് മാറ്റി വെച്ചില്ലല്ലോ എന്ന്. എന്നാലും നമ്മൾ തോൽക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ കടല മാവ് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോനിക്കുട്ടൻ പാചകത്തിന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡലിയൊക്കെ വെന്തു. ഈ വീഡിയോയ്ക്ക് കുറച്ച് കാലപ്പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ മിസ് ചെയ്യുന്ന ഒരാൾ ഇതിനകത്തുണ്ട്. ആരാണെന്നറിയാവോ? എൻ്റെ കുതിര ഗ്ലാസ്. എനിക്ക് സമ്മാനം കിട്ടിയ കുതിര ഗ്ലാസ് പൊട്ടിപ്പോയതിൽ എനിക്ക് വല്ലാത്ത മനോവിഷമം ഉണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ കുതിര ഗ്ലാസ്സും ഉണ്ട്. അപ്പോൾ പിന്നെ കഴിച്ചാലോ?